ചാനൽ ട്രിനിറ്റി വോയിസ്. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീയൊരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീയൊരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിൻ നാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? സ്നേഹത്തിൻ നാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 3:17, 18, 19. അതായത് ജനസിസ് ചാപ്റ്റർ 3 വേർഡ്സ് 17, 18 and 19. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. And unto Adam he said, because thou hast hearkened unto the voice of thy wife, and hast eaten of the tree of which I commanded thee, saying, thou shalt not eat of it. Cursed is the ground for thy sake, in sorrow shalt thou eat of it all the days of thy life. മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. Thorns also and thistles shall it bring forth to thee, and thou shalt eat the herb of the field. നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കുകയും നീ പൊടിയാവുന്നു, പൊടിയിൽ തിരികെ ചേരും. In the sweat of thy face shalt thou eat bread, till thou return unto the ground, for out of it was thou taken, for dust thou art, and unto dust shalt thou return. ഇനി നമുക്ക് സെക്കൻഡ് സെക്ഷനിലേക്ക് പോവാം. റിക്വാറിൻ്റെ പുസ്തകമായ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന ബുക്കിലേക്ക്. ലിസൺ. ദോ ഹു ഹാവ് ഹർട്ട് യുവർ ഇൻ ദ പാസ്റ്റ് cannot continue to hurt you now unless you hold on to the pain through resentment. Your past is past. Nothing will change it. You are only hurting yourself with your bitterness for your own sake. Learn from it and then let it go. The Bible says to worry yourself to death with resentment would be a foolish, senseless thing to do. Many people are driven by fear. Their fear may be a result of a traumatic experience, unrealistic expectations, growing up in a high control home, or even genetic predisposition. Regularness of the cause. Fear driven people often miss great opportunities because they are afraid to venture out. Instead they play it safe, avoiding risk and trying to maintain the status quo. Fear is a self-imposed prison that it will keep you from becoming what God intends for you to be.
You must move against it with the weapons of faith and love. The Bible says, well formed love banishes fear. Since fear is crippling, after full life, fear of death, fear of judgment is one not yet fully formed in love. ഇനി നമുക്ക് തേർഡ് സെക്ഷനിലേക്ക് പോവാം. സദൃശവാക്യങ്ങൾ 3:18-19, അതായത് പ്രോവേഴ്സ് ചാപ്റ്റർ 3 വേഴ്സ് 18, 19 and 20. അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം, അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഷീ ഈസ് എ ട്രീ ഓഫ് ലൈഫ് ടു ദം that lay hold upon her, and happy is everyone that retaineth her. ജ്ഞാനത്താൽ യഹോവ ഭൂമിയെ സ്ഥാപിച്ചു, വിവേകത്താൽ അവൻ ആകാശത്തെ ഉറപ്പിച്ചു. The Lord by wisdom hath founded the earth, by understanding hath he established the heavens. അവൻ്റെ പരിജ്ഞാനത്താൽ ആഴങ്ങൾ പിളർന്നു, മേഘങ്ങൾ മഞ്ഞു പൊഴിക്കുന്നു. By his knowledge the depths are broken up, and the cloud drop down the dew. ഇനി നമുക്ക് 4ാമത്തെ സെക്ഷനിലേക്ക് പോവാം. ഫോർ ചിൽഡ്രൻ. ഇത് കുട്ടികൾക്കുള്ളതാണ്, കഥയാണ്, ബൈബിളിലെ കഥകൾ. അപ്പോൾ ഇസ്ഹാക്ക് വീണ്ടും, മകനെ നീ ഇങ്ങടുത്തു വരൂ, നീ ഏശാവ് തന്നെയാണോ എന്ന് ഞാൻ നിന്നെ തൊട്ടു നോക്കട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് പിതാവിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഇസ്ഹാക്ക് അവനെ തൊട്ടു നോക്കിയിട്ട് പറഞ്ഞു, ശബ്ദം യാക്കോബിൻ്റേതുപോലെ, പക്ഷെ തൊട്ടു നോക്കിയിട്ട് ഏശാവിനെ പോലെയും. ഏശാവിൻ്റെ ഇതുപോലെ കയ്യിൽ രോമങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഇസ്ഹാക്ക് യാക്കോബിനെ തിരിച്ചറിഞ്ഞില്ല. അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ഇസ്ഹാക്ക് വീണ്ടും ചോദിച്ചു, നീ ഏശാവ് തന്നെയോ? അതെ, അവൻ മറുപടി പറഞ്ഞു. അല്പം മാംസം കൊണ്ടുവരൂ, അത് തിന്നിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇസ്ഹാക്ക് പറഞ്ഞു. യാക്കോബ് മാംസവും വീഞ്ഞും നൽകി. അപ്പോൾ പിതാവ് അവനോട്, മകനെ അടുത്തു വന്നെന്നെ ചുംബിക്കൂ എന്ന് പറഞ്ഞു. ചുംബിക്കുവാനായി അടുത്തു വന്നപ്പോൾ ഇസ്ഹാക്ക് മകൻ്റെ വസ്ത്രങ്ങൾ മണത്തു, എന്നിട്ട് അനുഗ്രഹങ്ങൾ നൽകി. ഇസ്ഹാക്ക് പറഞ്ഞു, എൻ്റെ മകൻ്റെ സുഗന്ധം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലത്തിൽ ഗന്ധം പോലെ, ദൈവം ഒരു നിലത്തിൻ്റെ ഗന്ധം പോലെ, ദൈവം ഉയരത്തിൽ നിന്ന് മഞ്ഞ് പൊഴിച്ച് നിൻ്റെ നിലം ഫലഭൂഷ്ടമാക്കട്ടെ. നിനക്ക് ധാരാളം ധാന്യവും വീഞ്ഞും ലഭിക്കുമാറാകട്ടെ. അനേകർ നിന്നെ സേവിക്കുകയും ആദരിക്കുകയും ചെയ്യട്ടെ. നീ അവരെ ഭരിക്കുവാനിടയാകട്ടെ. നിന്നെ ശപിക്കുന്നവരെ ദൈവം ശപിക്കട്ടെ. നിന്നെ അനുഗ്രഹിക്കുന്നവരെ അവൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ ഇസ്ഹാക്ക് മകനെ അനുഗ്രഹിച്ചു തീർന്നു. യാക്കോബ് മടങ്ങി ഉടൻ തന്നെ ഏശാവ് വേട്ടയാടി മടങ്ങി വന്നു. രുചികരമായ ആഹാരം പാചകം ചെയ്ത് അതുമായി ഏശാവ് പിതാവിനെ സമീപിച്ചു. അപ്പാ, എഴുന്നേൽക്കണമേ, ഞാൻ നിനക്കായി ഒരുക്കി ഈ ആഹാരം കഴിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. അവൻ ഇസ്ഹാക്കിനോട് അഭ്യർത്ഥിച്ചു. നീ ആരാണ്? ഇസ്ഹാക്ക് പെട്ടെന്ന് ചോദിച്ചു. നിന്റെ ആദിജാതനായ ഏശാവ്, അവൻ മറുപടി പറഞ്ഞു. ഇസ്ഹാക്ക് ഭീതിയോടെ വിറയ്ക്കുവാൻ തുടങ്ങി. അവൻ ചോദിച്ചു, ആരായിരുന്നു അത്? ആരാണ് എനിക്ക് ഇറച്ചി കൊണ്ട് തന്നത്? നീ വരുന്നതിന് തൊട്ടു മുൻപേ ഞാനത് ഭക്ഷിക്കുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തല്ലോ. എനിക്കിനി അത് തിരിച്ചെടുക്കാനാവില്ല. ഏശാവ് ഇത് അറിഞ്ഞപ്പോൾ വളരെ അസ്വസ്ഥനായി. അവൻ ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അപ്പാ, എന്നെയും അനുഗ്രഹിക്കണേ. മകനെ, നിന്റെ സഹോദരൻ നിന്നെ ചതിച്ചു. ഇസ്ഹാക്ക് പറഞ്ഞു, അവൻ നിന്റെ അനുഗ്രഹം മുഴുവൻ കൊണ്ടുപോയി. ഇത് 2ാം തവണയാണ് അവൻ എന്നെ ചതിക്കുന്നത്. അവൻ്റെ പേർ ഉബായി എന്നായത് വെറുതെയാണോ? ആദിജാതൻ എന്ന എൻ്റെ അവകാശം അവൻ തട്ടിയെടുത്തു. ഇപ്പോൾ ഇതാ അപ്പൻ്റെ അനുഗ്രഹങ്ങളും. അപ്പം അവൻ്റെ അനുഗ്രഹം പോലും എനിക്ക് തരാനില്ലല്ലോ, ഏശാവ് ചോദിച്ചു. ഇന്നത്തെ നമ്മുടെ 4 സെക്ഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്.